അപ്പോൾ അത് പല കഷ്ണങ്ങളായിട്ടൊക്കെ കിട്ടും. ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്നു. 8 ആംബുലൻസ് പോയി. 8 പോയി കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്കാണോ പോയത്? എല്ലാ മെഡിക്കൽ കോളേജിലും. ഇവിടെ ആർക്കെങ്കിലും അനക്കുണ്ടായിരുന്നു? കണ്ടിടത്തോളം ആരും അനക്കില്ല. ഒരാൾക്ക് സ്ത്രീകളെ കണ്ടില്ല നമ്മളതിൽ. സ്ത്രീകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. സ്ത്രീകളുണ്ടായിരുന്നു. 40 ആളുടെ മേലെ ഉണ്ടാവും എന്നാ പറയണത്. എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? സ്ത്രീകളുടെ കാര്യം ഇതുവരെ ഒന്നും അറിയില്ല. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത കാരണം അവിടെ സെർച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ ഞെട്ടിക്കുന്ന വിവരണമാണ് നമ്മൾ കേട്ടത് അനിഷ. അതായത് 8ഓളം ആംബുലൻസുകളിൽ സ്വാതി, നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ചോദിക്കുന്നതിനോ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൂടി വ്യക്തിപരമായി കൂടി നേരിടുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ഈ 40-ലധികം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെ എല്ലാവരെയും കണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് തോന്നുന്ന ചില സംശയങ്ങളുണ്ടല്ലോ, വെടിക്കെട്ടും വെടിമരുന്ന് നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഓരോരുത്തരും അത് കൃത്യമായുള്ള മറുപടി തരുന്നു. അവരെങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത്, എത്ര സാഹസികമായാണ് ഈ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച പല ആളുകളുമാണ് ഇത്തരത്തിൽ നമ്മളോട് ഇപ്പോൾ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ നിലയിൽ അവരെ പലരെയും കാണേണ്ടി വരുന്നത്, അവശിഷ്ടങ്ങളായി പലരെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നതെല്ലാം കാണുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. അവിടെ മറ്റൊരു മൃതദേഹ അവശിഷ്ടം കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അവിടെ ഫോറൻസിക് പോലീസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോൾ ഇവരൊരു 10 മണിയോടുകൂടിയാണ് വരുന്നത്. ആ സമയത്ത് അവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇവിടെ തന്നെ പാചകം ചെയ്ത് കഞ്ഞിയും പയറുമൊക്കെ ഒന്നിച്ചിരുന്ന് ഇവർ കഴിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും ഒക്കെ ഞാൻ കണ്ട് മടങ്ങിയ ആളാണ്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം എനിക്ക് തിരിച്ചു വരുമ്പോൾ ഈ നിലയിലാണ് അവരെ പലരെയും കാണേണ്ടി വരുന്നത് എന്നുള്ളതും ഒരു സങ്കടകരമായ കാര്യമാണ്. ഏതായാലും 3:30 അപകടം നടന്നിരിക്കുന്നത്. ആ അപകടത്തിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. ഞാൻ വന്ന് രാവിലെ കണ്ട ആ പ്രദേശമല്ല. ഉയരത്തിൽ നിൽക്കുന്ന തെങ്ങുകളുടെ മുകൾ ഭാഗങ്ങൾ പോലും, തേങ്ങ ഉലച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ പോലും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇവിടുത്തെ മരങ്ങളും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ രാവിലെ വന്നപ്പോൾ കണ്ട പല ഷെഡുകളും അത് തകർന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ തീ പടർന്നു പിടിച്ച് ഇപ്പോഴും പല ഷെഡുകൾ കത്തിക്കരിയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നിലയ്ക്കാത്ത നിലയിലുള്ള സ്ഫോടനങ്ങൾ ഇടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ചുറ്റുപാടുമെന്ന് പറയുന്നത് അവിടേക്ക് വേഗത്തിൽ ആക്സസ് ഉള്ള ഒരു പ്രദേശമല്ല. ഇതൊരു പാടശേഖരമാണെന്ന് നമുക്ക് കാണാമല്ലോ. ആ പാടശേഖരത്തിന് നടുവിലാണ് 6 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഈ സ്ഥലം പ്രവർത്തിച്ചിരുന്നത്, ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. അവിടെ 7-8 ഷെഡുകളായി പല ഭാഗങ്ങളിലായി ചെറിയ ഷെഡുകളിലായിട്ടാണ് ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, വെടിമരുന്ന് നിർമ്മാണം, തിരി നിറയ്ക്കുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ടൈമറുകൾ സെറ്റ് ചെയ്യുന്നത്, മാലപ്പടക്കങ്ങൾ അത് മാലയാക്കി മാറ്റുന്നത്, പടക്കം നിറയ്ക്കുന്നത്, അമിട്ടുകൾ നിറയ്ക്കുന്നത്, ആ അമിട്ടുകൾക്ക് ഉള്ള ഫ്രെയിം ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള ജോലികളാണ് ഇവർ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരുന്നത്. വലിയ തോതിലുള്ള വെടിമരുന്ന് ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് പകുതിയിലേറെയും വെടിക്കോപ്പുകളായി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ശേഷിക്കുന്നവ വെടിമരുന്നുകൾ ആയും സൂക്ഷിച്ചിരുന്നു. അത്തരത്തിൽ നിർമ്മാണ സാമഗ്രികളും മറ്റും വേറെയുമുണ്ട്. അങ്ങനെയുള്ള പഴയ പടക്കങ്ങളുടെയും മറ്റു അവശിഷ്ടങ്ങളും മറ്റും പല ഭാഗങ്ങളിലായി ഇവിടെ സൂക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വെടിമരുന്നുകളും നിർമ്മാണ സാമഗ്രികളുമെല്ലാം ഇവിടെ ഉണക്കുന്നതിനും മറ്റുമായി കൂട്ടിയിട്ടിരുന്നു.